ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയോട് എന്തെല്ലാം ചെയ്യാമോ അത് മുഴുവൻ വ്യക്തിയായ പരിശുദ്ധാത്മാവിനോട് ഓരോ ദിവസത്തിലെ ഓരോ നിമിഷവും ഞാനും നിങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും ശുശ്രൂഷാ ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും ഒക്കെ ഈ കാപട്യം അങ്ങ് അവസാനിച്ചാൽ പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കരുത്, അഭിഷേകം വളരില്ല. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പാലാരൂപത അനുഗ്രഹം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഏവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈശോ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ദൈവിക സാന്നിധ്യത്തിന്റെ തുടർച്ചയായ പരിശുദ്ധാത്മാ നിറവിൽ നിന്നുകൊണ്ട് ദൈവവചനം നമുക്ക് ശ്രവിക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം അതിന്റെ 9-ാം തിരുവചനം. ദൈവത്തിൽ നിന്നും പ്രവഹിക്കുന്ന ഒരു നദിയുണ്ട്, അത് പോകുന്നിടത്തെല്ലാം ജീവനെയും വഹിക്കുന്നു. ഈ നദി നിറയെ ജലമുണ്ട്. പ്രിയമുള്ളവരെ, ഇത് പരിശുദ്ധാത്മാവാകുന്ന ജീവന്റെ നദിയാണ്. ഈ നദിക്കൊരു പ്രത്യേകതയുണ്ട്. ആത്മീയ വിശപ്പും ദാഹവും ഉള്ളവരിലേക്ക് മാത്രമേ ഈ ജീവന്റെ നദി ഒഴുകൂ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുന്നവരിലേക്ക്, ആഴമേറിയ വിശ്വാസവും പ്രാർത്ഥനയും ഉള്ളവരിലേക്ക് മാത്രമേ ഈ ജീവന്റെ നദി ഒഴുകൂ. ഇതാ നിന്റെ മുന്നിൽ ആർക്കും അടയ്ക്കാൻ വയ്യാത്ത ജീവനദിയുടെ വാതിൽ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്നു. ചോദിക്കുന്നവന് ലഭിക്കുന്ന ജീവന്റെ നദി, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്ന ജീവന്റെ നദി, മുട്ടുന്നവർക്കായി തുറന്നു കൊടുക്കുന്ന ജീവന്റെ നദി. പ്രിയമുള്ളവരെ, ഈ ജീവനദിയെ ഓരോ നിമിഷവും നമ്മളിലേക്ക് ഒഴുക്കാൻ സ്വർഗം കൊതിയോടെ കാത്തിരിക്കുകയാണ്. കാരണം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തിന്റെ ഫലമാണ് പരിശുദ്ധാത്മാവ്. ഈശോയുടെ ഉദ്ധാന ഫലമാണ് പരിശുദ്ധാത്മാവ്. പിതാവിന്റെ സ്നേഹസമ്മാനമായ, പിതാവിന്റെ സ്വർഗീയ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയപ്പെടാൻ വേണ്ടി ഓരോ നിമിഷവും പ്രാർത്ഥിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹത്തിന്റെ അഗ്നിജ്വാലയാണ് പരിശുദ്ധാത്മാവ്. പിതാവിനുള്ളതെല്ലാം പുത്രനിലൂടെ നമ്മളിലേക്ക് ഒഴുക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ത്രിത്വത്തെ നിന്റെ ഉള്ളിൽ അനുഭവമാക്കി ത്രിത്വത്തെ ആരാധിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ. പുത്രന്റെ തിരുവിലാവിൽ പിതാവ് ഒരുക്കി വെച്ച സ്നേഹത്തിന്റെ അഗ്നിജ്വാലയാണ് പരിശുദ്ധാത്മാവ്. മോശ കണ്ട മുൾപടർപ്പ് പോലെ ഓരോ നിമിഷവും കത്തി എരിയേണ്ട തീയാണ് നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ്. ഇപ്പോൾ ഈ അഭിഷേക ശക്തി നമ്മളിൽ നിറയാൻ, നമ്മുടെ കുടുംബത്തിൽ നിറയാൻ, നമ്മുടെ മക്കളിൽ നിറയാൻ, നമ്മുടെ ശുശ്രൂഷകളിൽ നിറയാൻ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഈ തീയാണ് പന്തക്കുസ്തായിൽ ഇറങ്ങി വന്നത്. നമ്മളെ തീയാക്കാൻ തീനാവുകളായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് ആ അഗ്നിയിൽ നമ്മളെ കുതിർക്കാൻ വേണ്ടിയാണ്. പന്തക്കുസ്തായുടെ അടിസ്ഥാന വചനമാണ് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം അതിന്റെ 8-ാം തിരുവചനം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. സമരിയായാലും ജെറുസലേമിലും യൂദയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ സാക്ഷ്യം വഹിക്കും. പ്രിയമുള്ളവരെ, ശക്തി നിറഞ്ഞാൽ പിന്നെ സാക്ഷി ജീവിതമാണ്. നീ നിന്റെ ജീവിതത്തിലേക്ക് നോക്കുക. നിനക്ക് സാക്ഷി ജീവിതമുണ്ടോ? നമുക്ക് സാക്ഷി ജീവിതമില്ല എങ്കിൽ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ വന്ന് നിറയുവാൻ നീ നിന്നെ വിട്ടുകൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 35-ാം തിരുവചനത്തിൽ മംഗളവാർത്ത ഗബ്രിയേലിലൂടെ കടന്നു വരുമ്പോ പരിശുദ്ധി അമ്മ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? ഉത്തരം ഉടനെ വന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പ്രിയമുള്ളവരെ, ഓരോ ദിവസത്തിലെ ഓരോ നിമിഷവും ഈ വചനം നീയും നിന്റെ കുടുംബവും ഏറ്റുപറയണം. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും.
പരിശുദ്ധാത്മാവ് എൻ്റെ കുടുംബത്തിന്റെ മേൽ വരും. അത്യുന്നതിന്റെ ശക്തി എൻ്റെ കുടുംബത്തിന്റെ മേൽ ആവസിക്കും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലാകും. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് നിന്നെയും നിന്റെ കുടുംബത്തെയും എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങുന്നതും. അപ്പോഴാണ് അഭിഷേകമുള്ള അപ്പനാകുന്നത്. അപ്പോഴാണ് അഭിഷേകമുള്ള അമ്മയാകുന്നത്, മകനാകുന്നത്, മകളാകുന്നത്. അഭിഷേകമുള്ള അമ്മായിപ്പനും അമ്മായിമ്മയും നാത്തുമാരും മരുമക്കളുമായി തീരാൻ ഈ പരിശുദ്ധാത്മാവിന്റെ പൊതിയൽ നമുക്ക് ആവശ്യമാണ്. നല്ല അധ്യാപകരാകുവാൻ, നല്ല നേഴ്സായി തീരുവാൻ, നല്ല ബിസിനസ്സുകാരും നല്ല കൃഷിക്കാരും ഒക്കെ ആയി തീരുവാൻ ഈ പരിശുദ്ധാത്മാവിന്റെ പൊതിയൽ നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് എവിടെയുണ്ട്? ഓർമ്മ വെച്ച നാൾ മുതൽ വലിയ ബോധ്യത്തോടെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. പ്രിയമുള്ളവരെ, ചോദ്യം ഇതാണ്, പരിശുദ്ധാത്മാവിനെ നിന്റെ ഉള്ളിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടന്നാൽ എന്താ പ്രയോജനം? ഞാനൊരു ചേട്ടനോട് ചോദിച്ചു, എന്താ ചേട്ടാ വിശേഷം? ഉടനെ ചേട്ടൻ പറഞ്ഞു, ഓ എൻ്റെ ബ്രദറെ, ഒരു രക്ഷയുമില്ല. ഇതാണോ പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവന്റെ പറച്ചിൽ? വേറൊരു സഹോദരിയോട് ഞാൻ ചോദിച്ചു, ചേച്ചി എന്നാണ്ട് വിശേഷം? ചേച്ചി പറഞ്ഞു, ബ്രദറെ, ഓ അങ്ങനെ അങ്ങ് പോകുന്നു. ഇതാണോ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവരുടെ പറച്ചിൽ? വലിയ ബോധ്യത്തോടെ കൃപയുടെ ജീവിതം തുടങ്ങേണ്ട മക്കളാണ് ആത്മാവിനെ ഉള്ളിൽ വഹിക്കുന്നവര്. മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 25-ാം തിരുവചനം അതിമനോഹരമാ. ശിശു വളർന്ന് ശക്തനായി. പ്രിയമുള്ളവരെ, അഭിഷേകം എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്, കുഞ്ഞ് എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അഭിഷേകം വളരുന്നില്ല, കുഞ്ഞ് വളരാതെ മുരടിച്ച് കിടക്കുകയാണ്. നീ ശ്രേഷ്ഠമായത് കണ്ടാൽ നമ്മുടെ ഉള്ളിലെ അഭിഷേകം വളരാൻ തുടങ്ങും. നീ ശ്രേഷ്ഠമായത് സംസാരിച്ചാൽ, ശ്രേഷ്ഠമായത് കാണിച്ചു കൊടുത്താൽ, ശ്രേഷ്ഠ വഴിയിലൂടെ നീ യാത്ര ചെയ്താൽ നിന്റെ ഉള്ളിലുള്ള അഭിഷേകം വളരാൻ തുടങ്ങും. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നീ നിന്റെ നാഥനോട് ചേർന്നിരുന്നാൽ അഭിഷേകം വളരാൻ തുടങ്ങും. ബലിപീഠത്തിലെ പിടുത്തം നീ വിടാതിരുന്നാൽ അഭിഷേകം വളരാൻ തുടങ്ങും. ദൈവവചനത്തോട് നീ ചേർന്നിരുന്നാൽ അഭിഷേകം വളരാൻ തുടങ്ങും. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തി നിന്നിൽ വളരാൻ തുടങ്ങിയാൽ അതിനെ ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും തടഞ്ഞു നിർത്താൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഒരു ശക്തി എന്ന നിലയിൽ നമുക്ക് നല്ല അറിവുണ്ട്, നല്ല ബോധ്യമുണ്ട്. എന്നാൽ ത്രിത്വൈക ദൈവത്തിലെ മൂന്നാമത്തെ തികച്ചും ആളായ വ്യക്തിയായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് അറിവ് പോരാ, നമുക്ക് ബന്ധം പോരാ. ഒരു വ്യക്തിയോട് എന്തെല്ലാം ചെയ്യാമോ അത് മുഴുവൻ വ്യക്തിയായ പരിശുദ്ധാത്മാവിനോട് ഓരോ ദിവസത്തിലെ ഓരോ നിമിഷവും ഞാനും നിങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലെ അഭിഷേകം വളരാതെ മുരടിച്ച് കിടക്കുന്നത്. വചനത്തിലൂടെ നമുക്ക് കടന്നു പോകാം. അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായം അതിന്റെ 1-ാം തിരുവചനം. അനനിയാസും സഫീറായും വസ്തുവിറ്റതിന്റെ ഒരു ഭാഗം ഭാര്യയുടെ അറിവോടുകൂടി മൂടിവെച്ചു. എന്നിട്ട് 100% ഉണ്ട് എന്ന ഭാവേന അപ്പസ്തോല പ്രമുഖനായ പത്രോസിന്റെ കാൽക്കൽ കൊണ്ടുപോയി സമർപ്പണം ചെയ്യാൻ ഒരുങ്ങുമ്പോ പരിശുദ്ധാത്മാവിന തീ പിടിച്ചവനായ പത്രോസ് അനനിയാസിനോട് ചോദിച്ചു, മകനെ അനനിയാസെ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുവാനും ഭാര്യയുടെ അറിവോടുകൂടി സ്വത്തിന്റെ ഒരു ഭാഗം മൂടിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചത് എന്തുകൊണ്ട്? പ്രിയമുള്ളവരെ, ഇവിടെ അനനിയാസും സഫീറായും പരിശുദ്ധാത്മാവിനെ വഞ്ചിച്ചു, കള്ളസമർപ്പണം നടത്തി. നമ്മുടെ വ്യക്തി ജീവിതത്തിലും ശുശ്രൂഷ ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും ഒക്കെ ഈ കാപട്യം അങ്ങ് അവസാനിച്ചാൽ, ഈ പരിശുദ്ധാത്മാവിനെ വഞ്ചിപ്പിക്കുന്ന പരിപാടി നീ നിർത്തിയാൽ നമ്മുടെ ഉള്ളിലെ അഭിഷേകം വളരാൻ തുടങ്ങും. നീ എന്തായിരിക്കുന്നുവോ അതിന്റെ പരിപൂർണതയിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് ഈ കാപട്യവും ഈ കള്ളസമർപ്പണവും ഒക്കെ ഉപേക്ഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിലേക്ക് ഇറങ്ങി വരും. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം
5-ാം അധ്യായം അതിന്റെ 9-ാം തിരുവചനം, പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കരുത്, അഭിഷേകം വളരില്ല. ഏശയ്യ 63:9-10 തിരുവചനം, പരിശുദ്ധാത്മാവിനെ കരയിപ്പിക്കരുത്, കുഞ്ഞു വളരില്ല. അപ്പസ്തോല പ്രവർത്തനം 7:50-51, പരിശുദ്ധാത്മാവിനോട് നീ മല്ലടിക്കരുത്, നിന്നിലെ അഭിഷേകം വളരില്ല. 1 തെസ്സലോനിക്ക 4-ാം അധ്യായം അതിന്റെ 8-ാം തിരുവചനം, പരിശുദ്ധാത്മാവിനെ അവഗണിക്കരുത്. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം അതിന്റെ 9-ാം തിരുവചനം, പരിശുദ്ധാത്മാവിനെ നീ നിർവീര്യമാക്കരുത്, അഭിഷേകം വളരില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 31-32 തിരുവചനം, പരിശുദ്ധാത്മാവിനെതിരെ നീ ദൂഷണം പറയരുത്. പിതാവിനെതിരെ പറഞ്ഞാൽ പിതാവ് ക്ഷമിക്കും, പുത്രനെതിരെ പറഞ്ഞാൽ പുത്രന് ക്ഷമിക്കും. എന്നാൽ പിതാവിന്റെയും പുത്രന്റെയും സ്നേഹത്തിന്റെ അഗ്നിജ്വാലയായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞാൽ പിതാവും ക്ഷമിക്കില്ല, പുത്രനും ക്ഷമിക്കില്ല. അപ്പോൾ കണ്ണുനീരോടെ ഓർക്കുക, നമ്മുടെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് എപ്പോഴും പറയുന്നു, അരുതേ, എന്നെ വേദനിപ്പിക്കരുതേ, എന്നെ കരയിപ്പിക്കരുതേ, എന്നെ വഞ്ചിക്കരുതേ, എന്നെ പരീക്ഷിക്കരുതേ, എനിക്കെതിരെ ദൂഷണം പറയരുതേ, അവഹേളിക്കരുതേ, നിർവീര്യമാക്കരുതേ. ഈ കാലമത്രയും പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ടിട്ടും കേൾക്കാത്തവനെ പോലെ, കേൾക്കാത്തവളെ പോലെ നീ പോയെങ്കിൽ ഇന്നു മുതൽ പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിന് നീ നിന്റെ ജീവിതവും നിന്റെ കാതും വിട്ടുകൊടുത്ത് അവൻ നയിക്കുന്നത് പോലെ നയിക്കപ്പെടാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അപ്പോ ഒരു കാര്യം തിരിച്ചറിയുന്നു, അഭിഷേകം നിറയാത്തതല്ല പ്രശ്നം, അഭിഷേകത്തിന്റെ ചോർച്ചയാണ്. അഭിഷേകം ചോർത്തുന്ന ബന്ധങ്ങളും കാഴ്ചകളും കേൾവികളും ആഘോഷങ്ങളും സ്പർശനങ്ങളും ബോധ്യങ്ങളും എല്ലാം നീ ഉപേക്ഷിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 3-ാം തിരുവചനം, അവിടെ ഈശോ പ്രത്യേകമായി പറയുന്നുണ്ട്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ഒരു ദാരിദ്ര്യം, ആ ദാരിദ്ര്യം തിരിച്ചറിഞ്ഞവരാരെങ്കിലും ഈ ഭൂമിയിലുണ്ടെങ്കിൽ ആ ദാരിദ്ര്യം ഓർത്ത് ഒരു തുള്ളി കണ്ണുനീര് പൊഴിച്ചാൽ അവൻ ഭാഗ്യവാനും ഭാഗ്യവതിയാ. പ്രിയമുള്ളവരെ, പഴയതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 62-ാം തിരുവചനത്തിൽ വലിയ ഭാഗ്യപ്പെട്ട ഒരു കരച്ചിലുണ്ട്. പത്രോസ് പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. നമുക്കറിയാം പത്രോസ് എന്തിനാ കരഞ്ഞ്, ഈശോയെ തള്ളിപ്പറഞ്ഞു ഉപേക്ഷിച്ചു, അതുകൊണ്ടാണ് അവൻ ചങ്ക് പൊട്ടിക്കരഞ്ഞത്. കേട്ട വചനത്തിന് യോഗ്യതയാൽ പ്രകാരവും ധ്യാനിച്ച് പത്രോസ് കരഞ്ഞത്, പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്നിലുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിനെ ഉപേക്ഷിക്കുകയോ തള്ളി പറയുകയോ ചെയ്യില്ലായിരുന്നു എന്ന ആത്മീയ ദാരിദ്ര്യം ഓർത്ത പത്രോസ് കരഞ്ഞത്. എന്നും കൂടെ ഒന്ന് ചേർത്ത് വെച്ച് നോക്കിക്കേ. രണ്ടാമത്തെ ഭാഗ്യപ്പെട്ട കരച്ചിൽ അത് സാംസന്റെ കരച്ചില. അവൻ ശക്തിയുടെ കൂടാരമായിരുന്നു. 1000 കുറുനരികളെ പച്ചയ്ക്ക് പിച്ചി ചീന്തവനാ സാംസൺ. എന്നാൽ അവനൊരു പെണ്ണിന്റെ മടിയിൽ ഉറങ്ങിയപ്പോൾ, അവനൊരു പെണ്ണിന്റെ മടിത്തട്ടിന്റെ സുഖമറിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ വിട്ടിറങ്ങിപ്പോയത് അവൻ അറിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഇപ്പോൾ സാംസൺ ശക്തിയെല്ലാം നഷ്ടപ്പെട്ട് മുടിയെല്ലാം മുറിച്ചു മാറ്റി കണ്ണൊക്കെ ചുഴന്നെടുത്ത് വെറും ഒരു മാംസപിണ്ഡമായി ഒരു വലിയ കൽമണ്ഡപത്തിൽ നിൽക്കുകയാ. അവനൊരു ബാലനോട് ചോദിച്ചു, എന്നെ ഒരു കൽത്തൂണിനോട് ചേർത്ത് നിർത്താവോ? ഒരു പിഞ്ചു കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് പോലെ ബാലൻ ഈ സാംസണനെ ഒരു തൂണോട് കൊണ്ടുപോയി ചേർത്ത് നിർത്തി. ബാലന്റെ കൈവിട്ടു. എന്നിട്ട് അവൻ ആ തൂണിനെ വട്ടമിട്ടൊന്ന് പിടിച്ചു. എന്നിട്ട് അവൻ സ്വർഗത്തോളം അവനെ ഉയർത്തിക്കൊടുത്ത് ചങ്ക് പൊട്ടി ഒരൊറ്റ കരച്ചില, ഒരൊറ്റ നിലവിളിയ, എന്റെ ദൈവമേ, എന്നെ ഒരിക്കൽ കൂടി ഒന്ന് ഓർക്കണമേ, എന്റെ കർത്താവേ, ഒരിക്കൽ കൂടി എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ. ആ ഭാഗ്യപ്പെട്ട കരച്ചിലിന്റെ മുന്നിൽ സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവന്റെ മേൽ പെയ്തിറങ്ങി. അവൻ ആ തൂണിനെ വട്ടം വെട്ടി പിടിച്ചു കുലുക്കി. വചനം പറയുന്നു, അവൻ ജീവിച്ചിരുന്നപ്പോൾ കൊന്നതിനേക്കാൾ എത്രയോ ഇരട്ടി അവൻ അവന്റെ മരണസമയത്ത് കൊന്നുവെന്ന്. മൂന്നാമത്തെ കരച്ചിൽ, ഭാഗ്യപ്പെട്ട കരച്ചിൽ, അത് ദാവീദിന്റെ കരച്ചിലാണ്.
51 സങ്കീർത്തനം ജനകോടികളെ പരിശുദ്ധ കുമ്പസാരക്കൂട്ടിലേക്ക് കണ്ണീരോടെ ആനയിപ്പിക്കുന്ന അധ്യായമാ. അതിലെ 11 തിരുവചനം ദാവീദിന്റെ നിലവിളിയ, കർത്താവേ, അങ്ങേ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. ഈ ഒരു നിലവിളിയിൽ ആത്മാവിറങ്ങിയപ്പോ കർത്താവിന് ഇഷ്ടമുള്ള ഹൃദയത്തിന്റെ ഉടമയായി ദാവീദ് മാറി. പ്രിയമുള്ളവരെ, സങ്കീർത്തകന്റെ പുസ്തകം 77 അധ്യായം അതിന്റെ 10 തിരുവചനം ദാവീദിനു മാത്രമല്ല ഈ ഭൂമിയിലെ സകല മക്കൾക്കുമുള്ള വചനമാണ്. അത്യുന്നതിന്റെ ശക്തി നിന്നിൽ പ്രകടമാകാത്തതാണ് നിന്റെ സകല പ്രശ്നത്തിന്റെയും കാരണം. ഉത്തരം തേടി എങ്ങും പോകണ്ട. ഇതാ നിനക്കുള്ള ഉത്തരം. ആക്തി ഇറങ്ങാതെ നീ രക്ഷപ്പെടില്ല. ആക്തി തൊടാതെ നീ അഭിഷേകം പ്രാപിക്കില്ല. പ്രിയമുള്ളവരെ, ഈ അത്യുന്നതന്റെ ശക്തി, അത്യുന്നതന്റെ ആക്തി എന്നിലും എൻ്റെ കുടുംബത്തിലും ഇറങ്ങി വരണം. അതിന് നീ ആദ്യം ബലിപീഠം പുതുക്കിപ്പണിയണം. നഷ്ടപ്പെട്ട് കിടക്കുന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുമ്പോൾ ആക്തി ഇറങ്ങി വരും. ബലിപീഠത്തിൽ നിന്ന് കഴുകന്മാരെ, അതെ, പ്രലോഭനങ്ങളെയും പ്രലോഭകരെയും നീ ആട്ടി ഓടിക്കുമ്പോ ആക്തി ഇറങ്ങി വരും. നിന്റെ ജീവിതമാകുന്ന ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയാതെ അഴുകാതെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങി വരില്ല. പ്രിയമുള്ളവരെ, ഈശോയുടെ ചങ്കിലെ വലിയൊരു കൊതി എന്താണെന്നറിയാമോ? വചനം പറയുന്നുണ്ട്, ലൂക്കാ 12:49, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അതൊന്ന് കത്തി ജ്വലിച്ചിരുന്നുവെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ചങ്കിൽ കൈവച്ച് കണ്ണിൽ നോക്കി, ഇപ്പോൾ ഈശോ നിന്നോട് പറഞ്ഞു, കൃപയുടെ തീയിടാനാ ഞാൻ നിന്നെ വിളിച്ചത്. അതൊന്ന് കത്തി ജ്വലിച്ചിരുന്നുവെങ്കിൽ എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി ദഹിപ്പിക്കുന്ന അഗ്നിയ. ആ അഗ്നി നമ്മളിൽ ഇറങ്ങി വരുമ്പോൾ നമ്മളിലുള്ള ചില അഗ്നികളെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ദഹിപ്പിച്ചു കളയും. പാപത്തിന്റെ അഗ്നിയെ, കോപത്തിന്റെ അഗ്നിയെ, കാമത്തിന്റെ അഗ്നിയെ, ആസക്തിയുടെ അഗ്നികളൊക്കെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ദഹിപ്പിച്ചു കളയും. അപ്പോൾ ഞാനും നിങ്ങളും പകരപ്പെടുന്ന അഗ്നിയായി മാറും. എന്നിലൂടെ കുടുംബത്തിലേക്ക്, കുടുംബ ബന്ധങ്ങളിലേക്ക്, ഞാനും നിങ്ങൾ ബന്ധപ്പെടുന്ന എല്ലാ മക്കളിലേക്കും പരിശുദ്ധാത്മാവിന്റെ അഗ്നി പകരപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം, എളിമയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, കരിക്കട്ടയ്ക്ക് തീ പിടിക്കാൻ സമയമായല്ലോ. ഞാനാകുന്ന കരിക്കട്ടയിലേക്ക് അവിടുത്തെ അഗ്നിയെ വർഷിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയുടെ തീ എന്നിലും എൻ്റെ ജീവിതത്തിലും വർഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.